Hi guys, it's me, Dimallu Banker. അപ്പോൾ എല്ലാവരും RRB PO ആൻഡ് ക്ലർക്കിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. IBPSൻ്റെ വെബ്സൈറ്റിൽ ചേഞ്ച് ഉണ്ടാവും, നോട്ടിഫിക്കേഷൻ ചേഞ്ച് ആവും എന്നൊക്കെ എല്ലാവരും ഇങ്ങനെ ഗസ് ചെയ്തിരുന്നു. ബട്ട് ഇതുവരെയും അതിന് ഒരു ചേഞ്ചും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനിയും വരാനുള്ള എക്സാംസിന് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഇല്ലാതെ തന്നെയാണ് എന്ന് നമുക്ക് അനുമാനിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ RRBക്ക് വേണ്ടിയിട്ട് എല്ലാവരും ഇപ്പോൾ തന്നെ നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങുക. ജൂണിൽ നമുക്ക് RRBയുടെ നോട്ടിഫിക്കേഷൻ ഫസ്റ്റ് വീക്കിൽ തന്നെ വരുന്നതായിരിക്കും. ദെൻ അത് കഴിഞ്ഞിട്ട് പിന്നെ ടൈം കാണുകയില്ല. SBI ക്ലർക്കിൻ്റെ റിസൾട്ടും വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പഠിക്കാനൊക്കെ മനസ്സ് വരാതെയൊക്കെ ആയിരിക്കും കുറേ ആസ്പിറൻസ് ഒക്കെ ഇരിക്കുന്നത്. ദെൻ RRB POയ്ക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ പഠിച്ചു തുടങ്ങുക. അപ്പോൾ ഈ എക്സാംസിന് വേണ്ടിയിട്ടൊക്കെ പഠിക്കുന്നവരുടെ ഒരു ബിഗ്ഗസ്റ്റ് കൺസേൺ എന്ന് പറയുന്നത് സ്പീഡ് ഇമ്പ്രൂവ് ആവുന്നില്ല എന്നുള്ളതായിരിക്കും. എന്തൊക്കെ ചെയ്തിട്ടും ഇപ്പോൾ പല കാര്യങ്ങൾ ചെയ്യുന്നവർ കാണും, എന്നിട്ടും സ്പീഡ് ഇമ്പ്രൂവ് ആവുന്നില്ല. ഞാൻ എൻ്റെ കോൺസെപ്റ്റ് എല്ലാം ക്ലിയർ ആണ്, പക്ഷേ സ്പീഡ് ആവുന്നില്ല. സ്പീഡെന്ന് പറയുന്നതാണ് ഒട്ടുമിക്ക ആൾക്കാരുടെയും കൺസേൺ എന്ന് പറയുന്നത്. കോൺസെപ്റ്റ് ക്ലാരിറ്റി ഉണ്ടായിട്ടും സ്പീഡ് ആവുന്നില്ല, ഞാൻ ഇനി എന്ത് ചെയ്യണം എന്ന് പറഞ്ഞ് കുറേ മെയിൽസും കമൻസും ഒക്കെ എനിക്ക് വരാറുണ്ട്. സോ അതിനൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു 2 ആപ്ലിക്കേഷൻസിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത്. ഞാനിത് ടെസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. എൻ്റെ ആദ്യത്തെ ഒരു സ്പീഡ് ഇമ്പ്രൂവ് ആവാത്ത കാലഘട്ടങ്ങളിലൊക്കെ ഞാൻ സ്ഥിരമായിട്ട് എൻ്റെ റുട്ടീൻ്റെ ഭാഗമാക്കിയിട്ടുണ്ടായിരുന്നതായിരുന്നു ഈ 2 ആപ്സും. അപ്പോൾ നമ്മൾക്ക് ഇന്ന് ആ 2 ആപ്സിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ എനിക്കൊരു ടെലിഗ്രാം ചാനലുണ്ട്. നിങ്ങൾ അത് അവിടെ പോയി നോക്കുകയാണെങ്കിൽ കുറേ PDFs, അതായത് പെയ്ഡ് ആയിട്ടുള്ളതും ഫ്രീ ആയിട്ടുള്ളതുമായിട്ടുള്ള ധാരാളം PDFs നിങ്ങൾക്കവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അതെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നതുമായിരിക്കും. സോ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞു വരുന്നത് ഏതൊക്കെ ആപ്സാണ് നമ്മൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ്. സോ അതെല്ലാം ഡയറക്റ്റ് പ്ലേ സ്റ്റോറിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നതാണ് മാത്സ് ട്രിക്ക് എന്ന് പറയുന്ന ആപ്പ്. മാത്സ് ട്രിക്ക് എന്നാണ് അതിൻ്റെ പേര്. സോ ഇതിൽ നമ്മൾക്ക് എന്താണ്, ഒരു ഗെയിം മോഡലിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ മാത്സ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ എന്താണ്, മിനിറ്റ് ചലഞ്ച് ഉണ്ട്, അതുപോലെ തന്നെ സ്പീഡ് ചലഞ്ച് ഉണ്ട്, അതുപോലെ ടു ദ ബിറ്റർ എൻഡ് എന്ന് പറഞ്ഞുണ്ട്. അങ്ങനെ പല ഓപ്ഷൻസിൽ നമ്മൾക്ക് ഇത് ചെയ്യാം. നോക്കുക, അപ്പോൾ കുറച്ച് എന്താണ്, ബിറ്റർ എൻഡ് എന്ന് പറയുമ്പോൾ കുറച്ചൊരു ടഫായിട്ടുള്ള ലെവലായിരിക്കും. അതൊരു ലെവൽ കുറച്ച് കൂടിയതായിരിക്കും. ഓക്കെ, ഇതിപ്പോൾ ഞാൻ ഇട്ടേക്കുന്ന ലെവൽ 3 ആണ്. ഓക്കെ, ലെവൽ 1ൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഓക്കെ, സ്പീഡ് ചലഞ്ച് ആണെങ്കിൽ ആ ഒരു ടൈം തന്നിട്ട് 75 ഡിവൈഡ് ബൈ 25 എത്ര, 3. ഓക്കെ, ദെൻ 9 × 4 36, ദെൻ 5, ദെൻ 72. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് അവിടെ വരുന്നത്. ദെൻ നെക്സ്റ്റ് ആണ് മിനിറ്റ് ചലഞ്ച് എന്ന് പറയുന്നത്. ദെൻ 35 ഡിവൈഡ് ബൈ 7. ഇങ്ങനെ പെട്ടെന്ന് ചെയ്യുമ്പോൾ 9 × 10 90, 9025. ഓക്കെ, ദെൻ 18. ഓക്കെ, ഇങ്ങനെ നമ്മളിപ്പോൾ ഒരു ഫ്രീ ടൈമിലാണെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ സ്പീഡ് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവുന്നതായിരിക്കും. പെട്ടെന്ന് കാൽക്കുലേഷൻ ചെയ്യാനുള്ള ആ ഒരു സ്പീഡ് നമ്മൾക്ക് ഇമ്പ്രൂവ് ആവുന്നതായിരിക്കും. ഓക്കെ, ദെൻ ടൈം ലിമിറ്റ് ഒന്നും ഇല്ലാതെയും വേണമെങ്കിൽ ഇതിൽ പ്രാക്ടീസ് ചെയ്യാം. ബട്ട് നിങ്ങൾക്ക് എന്താണ്, നല്ല ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഈ ഇത് ഡെയിലി ചെയ്യുന്നതോടുകൂടി ഉണ്ടാവുന്നതായിരിക്കും. നമുക്ക് ആ ഒരു എന്താണ്, ഗെയിം പോലെ ചെയ്യുമ്പോൾ നല്ലൊരു ഇൻട്രസ്റ്റും ഫീൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ ലെവൽസ് കൂട്ടി ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അത് ജോയിൻ ഗെയിമായിട്ട് ചെയ്യാം. അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ദെൻ ഈ ആപ്പിൻ്റെ പേരെന്താണ്, മാത്സ് ട്രിക്ക് എന്നാണ്. ദെൻ നെക്സ്റ്റ് ആണ് മാത്സ് വർക്കൗട്ട് എന്ന് പറയുന്ന ആപ്പ്. ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ഈ ആപ്പാണ്. എനിക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളതും എനിക്ക് ചെയ്യാൻ കുറച്ചുകൂടി അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്സ് ഒക്കെയും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ആപ്പിൻ്റെയാണ്. ഞാൻ കൂടുതലും ചെയ്യുന്നത് ഇതിലാണ്. അതിലും ഇവിടെ നമുക്ക് അഡീഷൻ തന്നെ വേണമെങ്കിൽ ചെയ്യാം. ഡിഫിക്കൽറ്റി ലെവൽ ഞാനിപ്പോൾ ഇവിടെ ഹാർഡാണ് ഇട്ടിരിക്കുന്നത്. ദെൻ അതല്ലാണ്ട് നമ്മൾക്ക് ഓക്കെ, അഡീഷൻ എടുക്കുകയാണെങ്കിൽ ഓക്കെ, ഇപ്പോൾ ഹാർഡിൽ തന്നെ കിടക്കട്ടെ. നമുക്ക് എന്താണ്, നമ്മളുടെ കാൽക്കുലേഷൻ സ്പീഡ് നല്ല രീതിയിൽ അത് ഇമ്പ്രൂവ് ആവും. 10 11 3 3 1 10. ഓക്കെ, ദെൻ 18 9 12 3 2 8. ഓക്കെ, ദെൻ 8 5 2 2 5 8 220. ഓക്കെ, 166 356. ഇങ്ങനെ സ്പീഡിൽ നമ്മളുടെ കാൽക്കുലേഷൻസ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സ്പീഡ് മാത്സ് ഒക്കെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ
10 15 350. ഓക്കെ, ഇതുപോലെ വളരെ ആ ഒരു ടൈം ലിമിറ്റ് തന്നിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഓരോന്നും ചെയ്യാം. അഡീഷൻ ഉണ്ട്, സബ്ട്രാക്ഷൻ ഉണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. ഞാൻ കൂടുതലും അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലേൺ ചെയ്യാനും പറ്റും, അതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യാനും പറ്റും, ഏത് ടേബിൾസ് ആണെങ്കിലും. ദെൻ ഞാൻ കൂടുതലും ചെയ്യുന്നത് മിക്സ്ഡ് ടൈപ്പ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതായത് അതിൽ നമുക്ക് അഡീഷനും മൾട്ടിപ്ലിക്കേഷനും എല്ലാം മാറി മാറി വരും. അപ്പോൾ ഒരെണ്ണം തന്നെ ചെയ്യുന്ന ആ ഒരു മടുപ്പ് ഫീൽ ചെയ്യുകയില്ല. 9 4 2 4 9. ഓക്കെ, ദെൻ നെക്സ്റ്റ് 14 ഇൻറ്റു 7 എന്ന് പറയുന്നത് 70. ഇത് 5 6 2 65. ഓക്കെ, ദെൻ 4 3 8 4. ഓക്കെ, ദെൻ 4 8 1 8 not 4. Okay, 4 84. Okay, 1 4 3. 14 into 9 6 3 126. 3 5 858. 10 9 390. Then 352 48. Sorry, 38. Then 4 50 60 190. അപ്പോൾ അങ്ങനെയാണ് ഈ ആപ്പും യൂസ് ചെയ്യാവുന്നത്. അപ്പോൾ ഈ രണ്ട് ആപ്സും നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ്, ഫ്രീ ആയിട്ട് അവൈലബിൾ ആകുന്നതാണ്. ഡെയിലി ടു ഡു ലിസ്റ്റിൽ, അതായത് സ്പീഡ് മാത്സിന് വേണ്ടിയിട്ട് മൾട്ടിപ്ലിക്കേഷൻ ടേബിളും അങ്ങനെയൊക്കെ ഉള്ളത് ചെയ്യുന്ന കൂട്ടത്തിൽ ഇതൊരു ഡെയിലി റുട്ടീനായിട്ട്, അതല്ലെങ്കിൽ ഒരു ലഞ്ച് ബ്രേക്കിൻ്റെ ടൈമിലോ, അതല്ല പെട്ടെന്ന് എക്സോസ്റ്റ് ആയി എന്ന് തോന്നുന്ന ടൈമിലോ ഒരു 5-10 മിനിറ്റ് എടുത്ത് വർക്കൗട്ട് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് സ്പീഡ് നല്ല രീതിയിൽ തന്നെ ഇമ്പ്രൂവ് ആകും. കാരണം നമ്മൾ മൈൻഡ് കാൽക്കുലേഷനാണ് ഇത് കൂടുതലും എടുക്കുന്നത്. പെൻ ആൻഡ് പേപ്പർ യൂസ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. ഓക്കെ, ഇത് ഡിഫിക്കൽട്ടി ലെവൽ മാറ്റിയും ക്വസ്റ്റ്യൻസിൻ്റെ ലെവൽ മാറ്റിയും ഒക്കെ ഇടാം. ഞാനിതിലിപ്പോൾ ഹാർഡാണ് ഇട്ടിരിക്കുന്നത്. ഈസി, മീഡിയം, ചലഞ്ചിങ് ഒക്കെ ആകുമ്പോൾ കുറച്ചുകൂടി ഹൈ ലെവലായി പോകും. അത്രയും ഹൈ ലെവൽ വേണം എന്ന് എനിക്ക് തോന്നിയില്ല. സോ ഹാർഡ് വരെയൊക്കെയാണ് ഞാൻ ഇട്ടത്. ദെൻ ഈസി ഉണ്ട്, തുടക്കക്കാർക്കൊക്കെ ഈസി വെച്ച് ചെയ്യാം. ദെൻ മീഡിയം, ഹാർഡ്, അങ്ങനെ എങ്ങനെ വേണമെങ്കിലും മാറ്റാം. 10 ക്വസ്റ്റ്യൻ 20 ക്വസ്റ്റ്യൻ അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് കസ്റ്റമൈസ് ചെയ്തും യൂസ് ചെയ്യാവുന്നതാണ്. സോ ഇത് രണ്ടും നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. മാറ്റം വരുന്നുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് ദാറ്റ്സ് ഇറ്റ്, ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.